താരലേലം നടക്കുവാണ്. ഈ നിൽക്കുന്ന കാള കണ്ട മുട്ടൻ കാള, ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. പ്ലാവിള അമ്മയുടെ കൊടിയേറ്റ് നടക്കുവാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ വർഷത്തെ ഉത്സവം കഴിഞ്ഞ് ഈ വർഷം ആവുന്നവരെയുള്ള ഈ ജനങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് തുടക്കം കുറിക്കുകയാണ്. വാശിയേറിയ കാളലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊടിയേറ്റിനോടനുബന്ധിച്ച്. അങ്ങനെ കാളലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇത് പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. കൊടിയേറ്റ് കഴിയുമ്പം കണ്ടില്ലേ, കോൽ തിരുവാതിര നടക്കുവാണ് നമ്മുടെ പ്ലാവിള ക്ഷേത്രത്തിൽ. ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. നമ്മളിന്ന് നിൽക്കുന്നത് പുത്തൻകുളം പ്ലാവിള ദേവി ക്ഷേത്രത്തിലാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ ഇരിക്കുന്നില്ല, നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ ഒരു ദേശീയ ഉത്സവമാണ് നമ്മുടെ ഈ പ്ലാവിള ദേവി ക്ഷേത്രത്തിലെ ഉത്സവം. അപ്പോൾ ഒരുപാട് ഓർമ്മകളും എല്ലാം ഉള്ള ഒരു ക്ഷേത്രമുറ്റമാണിത് അല്ലേ? അതെ അതെ. നമ്മളെ അഭിനയാകുമ്പം കുറച്ചുകൂടെ ഓർമ്മകളുണ്ടല്ലേ? ഇവിടെ എല്ലാ വർഷവും അതിന്റെ പാട്ട് കാണും. ഈ വർഷവും ഉണ്ടല്ലേ ഗാനമേള? ആദർശൻ എന്തൊക്കെ ഓർമ്മകളുണ്ട്? പൊളി വൈബാണ്. ഏത് വൈബ്? പുത്തങ്കളം വൈബ് എന്ന് വെച്ചാൽ നമ്മളെ ഇവിടുത്തെ ഉത്സവം നമുക്കൊരു ഓണത്തിനേക്കാളും കിടുക്കാച്ചിയാണ് നമ്മുടെ ഇവിടുത്തെ ഉത്സവമാണ് പ്ലാവിള ക്ഷേത്രം. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർ മാത്രമല്ല, ഇവിടുത്തെ ലാസ്റ്റ് ദിവസം പുത്തംകുളം ജംഗ്ഷനിൽ നമുക്ക് നിൽക്കാൻ പറ്റൂലല്ലേ, അമ്മാതിരി തിരക്കല്ലേ. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കണ്ട് നമ്മുടെ ജംഗ്ഷനിൽ കൂടിയൊക്കെ പോകുന്ന ആൾക്കാരെ കണ്ട് ഞാൻ ഞെട്ടിയുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ തോന്നിയിട്ടില്ലേ? എന്ത് ചെലവാ വന്ന് അറിയും. ദേശീയ ഉത്സവമല്ലേ ഒരു നാട്ടിന്റെ മൊത്തം. പിന്നെ നമ്മളൊരു ഫ്രണ്ടാണ് ദേവുത. നിന്റെ ഓർമ്മ വല്ലതും ഉണ്ടാ പറയാൻ? ഇതൊക്കെ നാണമാണ് കുറച്ച് ക്യാമറ. അപ്പം ഈ വർഷത്തെ ഉത്സവം നമ്മൾ പൊളിക്കൂല്ലേ? ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയാണ്, കിലോമീറ്റർ കടലുകൾ താണ്ടിയിട്ട് ഇവിടുത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ട്. അതെ അതെ. അപ്പൊ നമ്മൾ ഈ വർഷത്തെ ഉത്സവം പൊളിക്കും, അടിച്ചു. ഓക്കെ, നമുക്ക് ബാക്കി കാഴ്ച കാണാം. ഇന്ന് ഇവിടെ കൈകൊട്ടിക്കളിയുണ്ട്, പിന്നെ ഒരു കാളലേലമുണ്ട്. കാള നമ്മളെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പം കാളലേലമുണ്ട്, 2 കൈകൊട്ടിക്കളിയുണ്ട്. അപ്പൊ ആ 2 കൈകൊട്ടിക്കളിയും കാണാം, നമുക്ക് ഈ കാളലേലം എല്ലാം കാണാം. ഓക്കെ, കമോൺ. അങ്ങനെ നമ്മുടെ കൊടിയേറ്റിനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട് കൊടിയേറ്റ് കാണാനായിട്ട്. ഒരുപാട് പേര് നമ്മുടെ ഈ നാട്ടിലെ ഭക്തജനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ ദേശീയോത്സവമാണ് പ്ലാവിള ദേവി ക്ഷേത്രത്തിലെ ഈ ഒരു ഉത്സവം. അപ്പോൾ അതനുസരിച്ചിട്ട് നല്ല തിരക്കും കാണും നമ്മുടെ ഈ ഒരു ഉത്സവത്തിന്. ഇന്ന് തുടക്കമായതേ ഉള്ളൂ, ഇന്നോട്ട് നല്ലൊരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കണ്ടില്ലേ? അപ്പം കൊടിയേറ്റിന് സമയമായി, നമുക്ക് കൊടിയേറ്റൊന്ന് കാണാം. ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. ആശ്രിത മത്സരി വടയാർ സുമൂദ് ശാന്തിയാണ് നമ്മുടെ ക്ഷേത്രം തന്ത്രി. അദ്ദേഹമാണ് കൊടിയേറ്റുന്നത്. വർഷങ്ങളായിട്ട് സുമൂദ് ശാന്തിയാണ് കേട്ടോ നമ്മുടെ പ്ലാവിള ദേവി ക്ഷേത്രത്തിലെ തന്ത്രി. പണ്ടൊക്കെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ കൊടിമരം ഇല്ലായിരുന്നു. കൊടി എന്ന് വെച്ചാൽ നമ്മുടെ അടയ്ക്കമരം ഉണ്ടല്ലോ, അത് കൊടിമരം എടുപ്പ് ഘോഷയാത്രയൊക്കെ ആയിട്ട് അത് നല്ലൊരു ആഘോഷപൂർവ്വമായിരുന്നു അന്ന് പണ്ടൊക്കെ ഇവിടെ കൊടിയേറ്റ് നടത്തിയിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് കൊടിമരം ഇവിടെ വെച്ചു, കൊടിമര പ്രതിഷ്ഠയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ചാനലിൽ ഇവിടുത്തെ കൊടിമര പ്രതിഷ്ഠ ലൈവ് വിട്ടത് ഇപ്പോഴും കിടപ്പുണ്ട്. കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഒരു കാളലേലമുണ്ട്, നമുക്കത് കാണാം. അത് കഴിഞ്ഞിട്ട് തിരുവാതിരയും ഉണ്ട്, ഒരു കൈകൊട്ടി കളിയുണ്ട്, എല്ലാം നമുക്കൊന്ന് കാണാം. കാളലേലം ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ബേസ് പ്രൈസ് വെച്ചിരിക്കുന്ന 10,000 രൂപയാണ്. അപ്പം 10,000 രൂപ തൊട്ട് അങ്ങോട്ട് എത്ര വേണമെങ്കിലും അതിൻ്റെ മുകളിലോട്ട് വിളിച്ചു തുടങ്ങാം. അപ്പം സ്റ്റാർട്ടിങ് പ്രൈസ് 10,000 പറഞ്ഞപ്പം തന്നെ അവിടെ ഓരോരുത്തർ 12,000 13,000 ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏതുവരെ പോകുമെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. 18 രൂപ അങ്ങനെ കരുതുന്നുണ്ട്. 18 രാജീവ് 18ലേക്ക് എത്തി. രാജീവ് ഭൂതകുളം 18 രൂപ പറഞ്ഞിരിക്കുകയാണ്. ഏമാനും നോക്കും ലക്ഷണമത്ത കൂട്ടം ഉത്സവ കമ്മിറ്റി കൺവീനർ. കാള ഇപ്പം ബോക്സ് മറിച്ചിട്ടന. കാള നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് സൗണ്ട് കേൾക്കുന്നു. ഒട്ടുമില്ലെന്നും പറഞ്ഞൊരു തട്ട്. 20 രൂപ
24 വീണ്ടും രാജീവ്. 25 പ്രകാശ്. 25 രാജീവ്. ആ 27 പഴയ കൺവീനർ, മുൻവർഷത്തെ കൺവീനർ 27 വിളിക്കുന്നത്. ലേലം അതാണ് ആ കാളക്കുട്ടന്റെ ഒരു ഐശ്വര്യം. 28 രാജീവ് വീണ്ടും വിളിച്ചു. 28 രാജീവ് പൂതക്കുളം. 28 പ്ലാവിള ദേവി സന്നിധിയിൽ ദീപ്തി സുധീർ. 30 രൂപ ലേലം. 30 രൂപ. 31 ഞാൻ ആരും വിളിക്കുന്ന മെയിൽ എനിക്ക് വേണം. 31 രാജീവ്. ഇതാ വരുന്ന മെയിൽ ആണ്. 31 രാജീവൻ പിള്ള പൂതക്കുളം. 31 രൂപ. 32 സനൽ. 32 സനൽ. അങ്ങനെ പുസ്തകങ്ങളൊക്കെ കാണാൻ അങ്ങനെ ആരും പൂതകുളത്തേക്ക് കൊണ്ടുപോകണ്ട. വേണം. സനൽ പറയുന്നത് മുൻപ് കഴിഞ്ഞ വർഷത്തെ കൺവീനറാണ് സനല്. സനൽ വിളിക്കുന്നത് 32,000 രൂപ. വീട് ദേവി കൃഷ്ണമന്ത്രിയുള്ള ഈ കാളക്കുട്ടന്റെ ദേവമണ്ഡലം 32,000 രൂപ. മുൻ കൺവീനർ സനൽ ലേലം 32,000 രൂപയാണ്. പ്ലാവിള ദേവി സന്നിധിയിൽ ഇപ്പോൾ ലേലമാണ് നടത്തുന്നത്. ആര് കണ്ടാലും ഒന്ന് നോക്കും. ശ്രീ മോഹനൻ വിളിക്കുന്നു 33 രൂപ. 33,000. മോഹനൻ സനലിന് തരില്ല, രാജീവൻ പിള്ളയ്ക്ക് തരില്ല. മോഹനൻ വിളിക്കുന്നു 33 രൂപ. അവസാനം 34,000 രൂപയ്ക്ക് ആരോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് അടുത്ത തിരുവാതിര കളിയൊന്ന് കാണാം. കോൽ തിരുവാതിര. ഇത് കഴിഞ്ഞിട്ട് ഇനി കൈകൊട്ടിക്കളി കൂടി ഉണ്ട്. അപ്പം നമ്മൾ കൈകൊട്ടിക്കളി അടുത്തൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടായിരിക്കും, കൈകൊട്ടിക്കളി മാത്രമായിട്ടായിരിക്കും നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ അത് ലെങ്ത് കൂടി പോയി ഇതിൻ്റെ കൂടെ അതുകൂടെ ഇടും. അപ്പോൾ അതുകൊണ്ട് അത് നെക്സ്റ്റ് എപ്പിസോഡാക്കി ഒരു സിംഗിൾ എപ്പിസോഡാക്കി ആയിരിക്കും ഇടുന്നത്. അപ്പം ഈ ഒരു കോൾ തിരുവാതിരയോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഏതായാലും കോൾ തിരുവാതിര ഒന്ന് കാണാം.